YT സ്റ്റുഡിയോയിൽ തന്നെ നിങ്ങളുടെ ചാനൽ വയലേഷൻ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇത് വളരെ എളുപ്പമാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഏത് സമയത്തും ലളിതമായി തന്നെ നിങ്ങളുടെ ചാനലിന്റെ കാര്യങ്ങൾ പരിശോധിക്കാവുക. വീഡിയോയിലേക്ക് പോകാം. ഇതിൽ വയലേഷൻസ് അറിയാൻ 2 മാർഗ്ഗങ്ങൾ ചേർക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഹായ് ക്രിയേറ്റേഴ്സ്, നമുക്കിവിടെ നമ്മുടെ ചാനലിൻ്റെ ഗൈഡ് ലൈൻസോ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ വല്ലതും ഉണ്ടോ നോക്കാനുള്ള മാർഗ്ഗമാണ്. പുതിയ അപ്ഡേറ്റാണ്. നമുക്കതിനായിട്ട് നമ്മുടെ YT സ്റ്റുഡിയോ തുറന്ന് നമ്മുടെ മേലിലുള്ള ഫോട്ടോ ഐക്കണിൽ തൊട്ട് കയറുക. തൊട്ട് കയറുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും അക്കൗണ്ട് സ്റ്റാറ്റസ് കാണാൻ പറ്റും. ആ അക്കൗണ്ട് സ്റ്റാറ്റസിൽ തൊട്ട് കയറുക. അവിടെ നമുക്ക് ചാനൽ വയലേഷൻ എന്ന് നമുക്ക് കാണാൻ പറ്റും. ചാനൽ വയലൻസ് വല്ലതും ഉണ്ടോയെന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ആ ഓപ്ഷനിൽ കയറുക. ആ ഓപ്ഷനിൽ കയറി കഴിയുമ്പോൾ നമുക്കവിടെ കാണാൻ പറ്റും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വല്ലതും ഉണ്ടോ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ നമുക്കവിടെ കാണാൻ പറ്റും. അവിടെ രണ്ടിലും നോണാണ്, പച്ച ടിക്കാണ് വീണിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രൈക്കുകളൊന്നും ഇല്ലയെന്ന് മനസ്സിലാക്കുക. അവിടെ സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ റെഡായിട്ടായിരിക്കും കാണിക്കുന്നത്. മാർക്ക് പോലും ടിക്ക് മാർക്ക് പോലും റെഡായിരിക്കും. ഓക്കെ, അതിനുശേഷം നമ്മൾ താഴെയുള്ള ഓപ്ഷനിൽ നമ്മുടെ എലിജിബിലിറ്റിക്ക് കയറാനുള്ള എളുപ്പ വഴിയാണ് കൊടുത്തേക്കുന്നത്. നമ്മളിപ്പോൾ സ്ട്രൈക്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം ഇങ്ങനെ നമുക്ക് YT സ്റ്റുഡിയോയിലൂടെ പുതിയൊരു അപ്ഡേഷനാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ വയലേഷൻ വല്ലതും ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്ക് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും. താഴെ നമുക്ക് കാണാം എലിജിബിലിറ്റിയാണ്. നമുക്ക് അവിടെ തൊട്ട് നമുക്ക് നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്കും നമുക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പം ഈ കാണുന്ന 2 കാര്യങ്ങൾ നമുക്ക് YT സ്റ്റുഡിയോയിൽ നോക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, മറ്റൊരു മാർഗം നമ്മുടെ ക്രോം ബ്രൗസർ വഴി നമുക്ക് കയറാൻ പറ്റും. ക്രോം ബ്രൗസർ വഴി കയറുക. അവിടെ കയറി നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിൻ ചെയ്ത് അതുവഴി കയറുക. കയറിയതിന് ശേഷം നമ്മൾ സ്റ്റുഡിയോ ഓപ്പൺ ആക്കുന്നു. ഓക്കെ, സ്റ്റുഡിയോ ഓപ്പൺ ആക്കിയ ശേഷം നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡ് വരും. അവിടെ താഴെ സെറ്റിങ്സ് ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും താഴെയായിട്ട് സെറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ തൊട്ട് കയറുക. ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ആ സെറ്റിംഗ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സെറ്റിങ്ങിൽ തൊട്ട് കയറുക. അവിടെ നമുക്ക് നമ്മുടെ ചാനൽ നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും ആ ചാനൽ എന്നുള്ള ഓപ്ഷനിൽ ഞാൻ വലുതായിട്ട് കാണിക്കാം. ആ ചാനൽ ഓപ്ഷനിൽ തൊട്ട് കയറുക. ഓക്കെ, ചാനലിൽ തൊട്ട് കയറി കഴിയുമ്പോൾ നമുക്കവിടെ 3ാമത്തെ ഓപ്ഷൻ മേളിൽ ഫീച്ചർ എലിജിബിലിറ്റി നമുക്ക് കാണാൻ പറ്റും. നമ്മളപ്പോൾ ആ ഫീച്ചർ എലിജിബിലിറ്റിയിൽ കയറുക. ഓക്കെ, ആ ഫീച്ചർ എലിജിബിലിറ്റി നമുക്ക് സ്റ്റാൻഡേർഡ് ഫീച്ചർ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ആ സ്റ്റാൻഡേർഡ് ഫീച്ചറിൻ്റെ ഇപ്പോഴത്തെ എനേബിൾഡ് ആയിരിക്കും. ആ എനേബിൾഡ് കൊടുത്തേക്കുന്ന അവിടെ ഒരു ആരോ ഉണ്ട്. ആ ആരോ തൊട്ട് കയറി കഴിഞ്ഞാൽ നമുക്കവിടെ കാണാൻ പറ്റും ചാനൽ ഈസ് ഫ്രീ ഓഫ് ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് സ്ട്രൈക്സ്. അതായത് നമ്മുടെ ചാനൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൽ ഒന്നും ഇല്ല, ഫ്രീ ആണെന്നാണ് ആ മെസ്സേജ്. അവിടെ നമ്മൾ ഗൈഡ് ലൈൻസ് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ റെഡ് ആയിരിക്കും കാണിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്കവിടെ ഗ്രീൻ ടിക്ക് കാണാൻ പറ്റും. അവിടെ റെഡ് ടിക്കും അവിടെ നമുക്ക് ചാനലിൽ പ്രോബ്ലം ഉണ്ട് തീർച്ചയായിട്ടും നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് 2 വഴി നമുക്കുണ്ട് നമ്മുടെ ചാനൽ ഏതെങ്കിലും കോപ്പിറൈറ്റ്സ് സ്ട്രൈക്കിലോ പെട്ടിട്ടുണ്ടോ എന്നറിയാൻ പറ്റും. ഓക്കെ, താങ്ക് യു.